ശരീരാവയവങ്ങളുടെ പ്രത്യേകതകൾ ഒരു വ്യക്തിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത്. നെറ്റിയുടെയും കണ്ണുകളുടെയും ചുണ്ടുകളുടെയും പുരികത്തിന്റെയുമൊക്കെ വലിപ്പ വ്യത്യാസങ്ങളും രൂപത്തിലുള്ള ചെറുമാറ്റങ്ങളും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. ശരീരാവയവങ്ങളിൽ പ്രത്യേകിച്ച് കർണങ്ങൾക്കും പുരികക്കൊടികൾക്കും നാസികയ്ക്കും കണ്ണുകൾക്കുമൊന്നുമുള്ള സ്ഥാനം ചെറുതല്ല. ഈ അവയവങ്ങളുടെ പ്രത്യേകതകൾ നോക്കി വ്യക്തി സ്വഭാവമറിയാം എന്നാണ് ശാസ്ത്രത്തിന്റെ അനുമാനം. ചെറിയ ചെവികൾ ബഹുമാനം, മര്യാദ, പ്രതിപത്തി എന്നിവയാണ് പ്രതിദാനം ചെയ്യുന്നത്. അതിനർത്ഥം ചെറു ചെവികളുള്ള ഉടമകൾ ഈ ഗുണഗണങ്ങൾ നിറഞ്ഞവരായിരിക്കുമെന്ന് തന്നെയാണ്. ചെവിയുടെ മാംസളമായ കീഴ്ഭാഗം തടിച്ചാണിരിക്കുന്നതെങ്കിൽ ഇത്തരക്കാരിൽ വികാര വിചാരങ്ങൾ ശക്തമായിരിക്കും. തീരെ ചെറിയ ചെവികളുടെ ഉടമകൾ ലജ്ജാലുക്കളും ഉൾവലിഞ്ഞ പ്രകൃതത്തിനും ഉടമകളായിരിക്കും. നീളം കൂടിയതും നേരിയതുമായ ചെവികൾ ഉള്ളവരും സമാന സ്വഭാവ സവിശേഷതകൾ വർദ്ധിത രീതിയിൽ പ്രകടിപ്പിക്കുന്നവരായിരിക്കും. ഇടത്തരം വലിപ്പമുള്ള കർണങ്ങളുള്ളവർ ഊർജ്ജസ്വലരും നിശ്ചയദാർഢ്യം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. വലിപ്പമേറിയ ചെവികളും മാംസളമായ ചെവിയുടെ കീഴ്ഭാഗമുള്ളവർ കർക്കശക്കാരും അതിനൊപ്പം തന്നെ സുഖലോലുപതയിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. ശക്തരും ധീരരും ഊർജ്ജസ്വലരുമായിരിക്കും. കൂർത്തു നിൽക്കുന്ന ചെവികളുള്ളവർ പുരികക്കൊടികൾക്കും മൂക്കിനുമിടയിൽ യഥാസ്ഥാനത്ത് തന്നെയാണ് ഈ ചെവികൾ. സാധാരണയായി എല്ലാവർക്കും കണ്ടുവരാറുള്ളത്. എന്നാൽ ചിലർക്കെങ്കിലും കൺപുരികത്തിന് മുകളിലേക്കും ചെവികൾ നീണ്ടു നിൽക്കാറുണ്ട്. ഇത്തരക്കാർക്ക് കോപം അധികമായിരിക്കും. കൂടാതെ പ്രതികാരം മനസ്സിൽ വെച്ച് പെരുമാറുന്നവരും കുറ്റകൃത്യ വാസനയുള്ളവരുമാകാൻ സാധ്യതയുണ്ട്. കണ്ണുകളുടെ സമീപത്തു നിന്നും ഏറെ അകലെയാണ് ചെവികളുടെ സ്ഥാനമെങ്കിൽ ബുദ്ധിശക്തിയിലും സർഗാത്മക കഴിവുകളിലും ഇത്തരക്കാർ മുൻപന്തിയിലായിരിക്കും. പുരികങ്ങളുടെ പ്രത്യേകതകളും സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. വളഞ്ഞ പുരികക്കൊടികളുടെ ഉടമകൾ മറ്റുള്ളവരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കും. മറ്റുള്ള വ്യക്തികളിലൂടെ ആയിരിക്കും ഇത്തരക്കാർ തങ്ങളുടെ ലോകം വികസിപ്പിച്ചെടുക്കുന്നത്. പുരികങ്ങൾ നേരെയുള്ളവർ തങ്ങളുടെ സമീപനങ്ങളിലും നേരെവ എന്ന പ്രകൃതമുള്ളവരായിരിക്കും. വസ്തുനിഷ്ഠമായും സാങ്കേതികമായും കാര്യങ്ങളെ നേരിടുന്നവരായിരിക്കും. വികാരങ്ങൾക്ക് അടിമപ്പെടാതെ കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരായിരിക്കും. ഇത്തരക്കാർ അഗ്രഭാഗം വളഞ്ഞിരിക്കുന്ന പുരികത്തിനുടമകൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാൻ സന്നദ്ധരായവരായിരിക്കും. എപ്പോഴും മറ്റുള്ളവരുമായി സഹകരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ഇക്കൂട്ടർ വലിയൊരു സൗഹൃദ വലയത്തിനുടമകളായിരിക്കും. നേതൃഗുണങ്ങൾ ഇവരിൽ പ്രകടമായിരിക്കും. നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള വെല്ലുവിളികൾ മാത്രമേ ഇവർക്ക് നേരിടേണ്ടി വരികയുള്ളൂ. കണ്ണുകളുടെ സമീപത്തു നിന്നും സാധാരണ കാണുന്നതിലും മുകളിലായി ചിലരുടെ പുരികങ്ങൾ ഉയർന്നിരിക്കാറുണ്ട്. ഇത്തരക്കാർ ദീർഘദൃഷ്ടിയുള്ളവരും കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ സൂക്ഷ്മത പുലർത്തുന്നവരും വിവേചന ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവരുമായിരിക്കും. വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ വീക്ഷിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. കാത്തിരുന്ന് കാണാം എന്ന ഒരു മനോഭാവം ഇവർ പ്രകടിപ്പിക്കുകയും ഒരു പുതിയ അറിവ് ലഭിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ഗാഢമായി ചിന്തിക്കുകയും അവ സൂക്ഷിച്ചു വയ്ക്കുകയും ആ അറിവുകൾ പിന്നീട് പ്രയോജനപ്പെടുത്തുകയുമാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. കണ്ണുകളോട് ഏറെ അടുത്ത പുരികങ്ങളുള്ളവർ പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിരിക്കും. എന്ത് കാര്യങ്ങളിലും വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഇവർ ശ്രദ്ധാലുക്കളായിരിക്കും. ശുഭാപ്തി വിശ്വാസങ്ങളില്ലെങ്കിലും ഇവരെ ആരെങ്കിലും എതിർത്ത് സംസാരിക്കുന്ന പക്ഷം പരസ്പര വിരുദ്ധമായി ചിലപ്പോൾ ഇവർ പ്രതികരിച്ചെന്ന് വരാം. ഇത്തരക്കാർ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ക്ഷമാശീലത്തിന്റെ അഭാവം.